The Real FM 103.6. ശ്രദ്ധ. പ്രതിദിനം നിരവധി റോഡപകടങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതിലേറ്റവും ദാരുണമായ അപകടമാണ് തൃശൂർ ജില്ലയിലെ നാട്ടികയിൽ ഇക്കഴിഞ്ഞ ദിവസമുണ്ടായത്. റോഡിൽ അന്തിയുറങ്ങുകയായിരുന്ന നിരാലംബരും നിരപരാധികളുമായ 13 പേരടങ്ങുന്ന നാടോടി സംഘത്തിന് നേരെ പാഞ്ഞു ചെന്ന തടിലോറി കയറിയിറങ്ങി 5 പേരാണ് തൽക്ഷണം മരണപ്പെട്ടത്. കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് തടികയറ്റിപ്പോയ ലോറിയുടെ ഡ്രൈവർ മദ്യപിച്ച് ലക്കുകെട്ട് ഉറങ്ങുകയായിരുന്നെന്നും അതേ തുടർന്ന് ക്ലീനറായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് എന്നും പറയപ്പെടുന്നു. സംഭവത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ സതീഷ് കള്ളിയിൽ. ഇന്നലെ പുലർച്ചെ 3 പേരോട് സംഭവം. അതായത് കണ്ണൂരിൽ നിന്ന് വന്ന മരം കയറ്റുന്ന ലോറിയാണ് നാടോടി സംഘം നമ്മുടെ നാട്ടിക സെൻട്രലിൽ JK തിയേറ്ററിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ സമീപത്ത് കിടന്നുറങ്ങുകയാണ്. 13ഓളം പേരടങ്ങുന്ന സംഘം കിടന്നുറങ്ങുന്നതിനിടയിലേക്ക് മരം കയറ്റി വന്ന ലോറി ഇടിച്ചു കയറുകയായിരുന്നു. നിർമ്മാണത്തിന് ഡൈവേർഷൻ ചെയ്യുന്ന റോഡിന് ബാരിക്കേഡ് തകർത്താണ് ഇതിനിടയിലേക്ക് ഇടിച്ചു കയറിയത്. 2 കുട്ടികളടങ്ങുന്ന 5 പേര് തൽക്ഷണം മരിച്ചു. 7 പേരോളം പരിക്കേറ്റ, അതില് 4 പേരോളം ഗുരുതര പരിക്കോടി തൃശൂർ മെഡിക്കൽ കോളേജിലും തൃശൂർ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കണ്ണൂർ സ്വദേശികളായ 2 പേരെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ലോറിയുടെ രജിസ്ട്രേഷനും ഡ്രൈവറുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തിലിരിക്കുന്ന റോഡാണ്. അവിടേക്ക് ഗതാഗത ഇപ്പോൾ സഞ്ചാരം ഇല്ല. ആ ഭാഗത്താണ് ഇവർ കിടന്നിരുന്നത്. സ്ഥിരമായിട്ട് ഈ കുറച്ചാള് ഈ ഭാഗത്താണെങ്കിൽ കുറച്ചാള് വേറെ സ്ഥലത്ത് അങ്ങനെ മാറി മാറി സഞ്ചരിക്കുന്ന ഒരു സംഘമാണ് ഇങ്ങനെ നാടോടി സംഘം എന്ന് പറയുന്നത്. ഗതാഗത ഇല്ലാത്ത ഭാഗത്താണ് ഇവർ കിടക്കുന്നത്. അവിടേക്ക് ഈ ബാരിക്കേഡ് തകർത്തിട്ട് 50 മീറ്ററോളം പോയിട്ടാണ് അവർ കിടന്നിരുന്നത്. അവിടേക്കാണ് ഇടിച്ചു കയറിയത്. ഇവര് കരച്ചിൽ കേട്ട് ബാക്കിയുള്ളവരും കുറച്ച് എടുത്തെങ്കിലും ഇവർ നിർത്താതെ പോയിട്ട് തൃപ്പയാർ TSJ എടുത്തിനടുത്ത് ഒരു 300 മീറ്ററോളം പോയിട്ടാണ് നിർത്തിയത്. ഹൈവേയുടെ പണി നടക്കുന്ന കാരണം റോഡ് അവസാനിച്ചാണ് അവിടെ നിർത്തിയിട്ടപ്പോ നാട്ടുകാരാണ് ഇവരെ പിടികൂടിയത്. അതിൽ ക്ലീനറാണ് വണ്ടി ഓടിച്ചിരുന്നത് പറയുന്നത്. ഡ്രൈവർ അമിത മദ്യപാനം മൂലം ഓടിക്കാൻ പറ്റാത്ത മൂലം ക്ലീനറാണ് ഓടിച്ചിരുന്നത്. അവരപ്പോ തന്നെ നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചു. റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്രനാരായണൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദേശീയപാത നിർമ്മാണത്തിലിരിക്കുന്ന ഒരു സ്ഥലത്ത് വാഹന ഗതാഗതം നിരോധിച്ച ഒരു സ്ഥലത്താണ് ഈ പാവങ്ങൾ അന്തി ഉറങ്ങിയത്. അപ്പോൾ അവിടെ വാഹനങ്ങൾ കടക്കാതിരിക്കാനുള്ള തടസ്സങ്ങളൊക്കെ ദേശീയപാതയുടെ കോൺട്രാക്ടർ വച്ചിരുന്നു. അത് ഇടിച്ചു തെറിപ്പിച്ചിട്ടാണ് ഈ വാഹനം കുതിച്ചു പാഞ്ഞു വന്ന് 10-15 പേരുടെ ശരീരത്തൂടെ കയറി ഇറങ്ങി അവസാനം 5 പേര് മരിച്ചു. 6 പേരുടെ നില ഗുരുതരമായി ആശുപത്രികളിൽ തുടരുന്നു. ഇത് കേരളത്തിന് സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല. മനുഷ്യസ്നേഹികളായ നമ്മൾ ഇത്തരം അപകടങ്ങൾ ദിവസവും കണ്ട് മനസ്സ് മരവിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ഡ്രൈവർമാർക്ക് പറ്റിയേക്കുന്നത്? ഇത് ദീർഘദൂര യാത്ര, പെരുമ്പാവൂരിലേക്ക് തടി കയറ്റി വന്ന വണ്ടി മദ്യപിച്ച് ലക്ക് കെട്ട് റോഡും കഴിഞ്ഞു. അതായത് പോകേണ്ട റോഡിലൂടെ അല്ല വണ്ടി പോയത്. നിർമ്മാണം നടത്തി ഓപ്പൺ ചെയ്യാതിരുന്ന ഒരു സ്ഥലത്തേക്ക് ഇടിച്ചു കയറി പാവങ്ങളുടെ നെഞ്ചത്ത് കയറിക്കൊണ്ടാണ് അവരെ കൊന്നത്. ഇതിന്റെ പരിഹാര മാർഗങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഈ മദ്യപാന്മാരെ ടെസ്റ്റ് ചെയ്യാനായിട്ട് റാൻഡം പോലീസ് ചെക്കിങ് നടത്തണം. നേരത്തെ മലപ്പുറം വട്ടപ്പാറ ജംഗ്ഷനിലും കോഴിക്കോട് റൂറലിലും കണ്ണൂരിലും അതേപോലെ തന്നെ തൃശ്ശൂരിന്റെ പല മേഖലകളിലും ഒക്കെ തന്നെ രാത്രി 12 മണിക്ക് ശേഷം വെളുപ്പിന് വരെ കട്ടൻ കാപ്പി കൊടുത്ത് അവരോട് സംസാരിച്ച് അവരുടെ ഉറക്കം കളഞ്ഞ് ആ സമയത്ത് പോലീസിന് ചെക്ക് ചെയ്യാം ഇതിനകത്ത് എത്ര പേര് മദ്യപിച്ചിട്ടുണ്ട്. അവർക്കെതിരെ മദ്യപിച്ച വണ്ടി ഓടിച്ചതിനുള്ള കുറ്റം ചുമത്താനും ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തവരെ പിടിക്കാനും പറ്റുമായിരുന്നു. ഇപ്പൊ അത്തരത്തിലുള്ള ചെക്കിങ് പാടെ നിർത്തിവെച്ച പോലെ ആയതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഇപ്പോഴത്തെ ലോറികളെല്ലാം തന്നെ ദേശീയപാതയിലൂടെ പോകുന്നത് അമിത വേഗതയിലാണ്. ലോറിക്കും പിക്കപ്പുകൾക്കും ഒക്കെ തന്നെ ഒരു സ്പീഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശിച്ച സ്പീഡിനെ വ്യതിചലിച്ചുകൊണ്ട് അമിത വേഗത്തിൽ അലക്ഷ്യമായി ആരെയും കൊല്ലാവുന്ന രീതിയിലാണ് സന്ധ്യ മയങ്ങിയാൽ ഇത്തരം ലോറികൾ പോകുന്നത് നമുക്ക് കാണാം. ലോറികൾ മാത്രമല്ല, ഈ ന്യൂ ജനറേഷൻ പിക്കപ്സ് ഉണ്ട്. അതിന് കുതിരശക്തി വളരെ കൂടുതലാണ്. കാറിനെ പോലും ഓവർടേക്ക് ചെയ്യുന്ന പിക്കപ്പുകൾ ഇടം വലം നോക്കാതെ ആരെയും പേടിപ്പെടുത്തുകൊണ്ട് ഓവർടേക്ക് ചെയ്യുക, മനുഷ്യനെ കൊല്ലാൻ ശ്രമിക്കുക, ഇതൊക്കെ നിത്യസംഭവമായി ഓരോ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലും നടക്കുന്നുണ്ട്. പക്ഷേ ഇവരെ ആര് പിടിക്കും? ഇത് തടയാൻ എന്ത് മാർഗമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്? ഈ അടുത്തിടെയായി ഉണ്ടായ ദാരുണമായ എല്ലാ റോഡ് അപകടങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം അലക്ഷ്യമായ ഡ്രൈവിംഗ് ഒന്ന് തന്നെയാണ്. അപ്പൊ അത് തടയാനുള്ള മാർഗം ഗവൺമെന്റ് അവലംബിക്കണം. ഡയറക്റ്റ് ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പരിശീലനക്കുറവ്, കൂടാതെ രാത്രികാല ചെക്കിങ്ങിന്റെ അഭാവം, എൻഫോഴ്സ്മെന്റിൽ വന്ന വീഴ്ച, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ പെരുകുന്നത്. കൂടാതെ ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന റോഡുകളിൽ
വേണ്ടത്ര മുന്നറിയിപ്പ് ബ്ലിങ്കറുകളോ റിബണുകളോ സൈൻ ബോർഡുകളോ വേണ്ടത്ര ഇല്ല എന്നുള്ളതും ഇത്തരം അപകടങ്ങളുടെ ആക്കം കൂട്ടുന്നു. ദയവ് ചെയ്ത് രാത്രി പോകുന്നവർ വളരെ ശ്രദ്ധിക്കണം. നാം എത്ര മര്യാദക്ക് ഓടിച്ചാലും എതിരെ വരുന്ന മദ്യപാനിയായ ഒരു ഡ്രൈവർ നമ്മളെ കൊല്ലാൻ ശ്രമിക്കും. കേരളത്തിൽ റോഡ് സുരക്ഷ കൈവിട്ടു പോയിട്ടുണ്ട്. നാം എല്ലാം സൂക്ഷിക്കുക. പണി നടക്കുന്ന ദേശീയപാതയിൽ ബാരിക്കേഡിന്റെ ധൈര്യത്തിൽ ഉറങ്ങാൻ കിടന്ന ഊരും പേരുമറിയാത്ത ഒരു കൂട്ടം മനുഷ്യർ. അവരുടെ ദേഹത്തേക്കാണ് ഈ കൊലയാളി ലോറി പാഞ്ഞു ചെന്നത്. രാത്രികാലങ്ങളിൽ റോഡും റോഡിലെ സിഗ്നലും കാണാൻ പറ്റാത്ത ഡ്രൈവർമാരൊക്കെ വണ്ടിയുമായി ഇറങ്ങിയാൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും. കുറ്റം ചെയ്തവർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലേക്ക്. അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യം നമ്മുടെ നാടും നഗരവും നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. റോഡരികുകളിലോ പൊതു ഇടങ്ങളിലോ മാലിന്യം ശേഖരിക്കാൻ സംവിധാനമില്ലാത്തതിനാൽ കാണുന്നിടത്തൊക്കെ ആളുകൾ പാഴ്വസ്തുക്കൾ വലിച്ചെറിയും. എന്നാൽ കോഴിക്കോട് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നഗരത്തിലെ പൊതു ഇടങ്ങളിൽ മാലിന്യം ശേഖരിക്കാൻ 900ഓളം ബിന്നുകളാണ് സ്ഥാപിക്കുന്നത്. വലിച്ചെറിയൽ സംസ്കാരത്തിന് ഒരു മാറ്റം വരുത്താൻ ഇത് സഹായകമാകും. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ജയശ്രീ. കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുകയാണ്. ട്വിൻ ബിന്നാണ് സ്ഥാപിക്കുന്നത്. 2 കമ്പാർട്ട്മെന്റുള്ള ബിന്നുകളാണ്. ഒന്ന് ബയോ വേസ്റ്റ് ഇടുന്നതിനും മറ്റേത് നോൺ ബയോ വേസ്റ്റ് ഇടുന്നതിനും. നമ്മുടെ നഗരപ്രദേശങ്ങളിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങളാണ്. അപ്പൊ ഈ വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ റോഡ് സൈഡിൽ വരുന്നത് നഗരത്തിന് വലിയ രീതിയിൽ അഭംഗി ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയ ആളുകളുടെ അഭിപ്രായം എടുത്ത സമയത്ത് പറഞ്ഞത് ഇത് ഇടുന്നതിനുള്ള സ്ഥലം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 900 ബിന്നുകളാണ് സ്ഥാപിക്കുന്നത്. കോർപ്പറേഷൻ അതിൽ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. 1ാം ഘട്ടത്തിൽ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസുകളിലാണ് സ്ഥാപിക്കുന്നത്. നമ്മുടെ ബീച്ച് അല്ലാതെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ അവിടെയെല്ലാം ഒരു 100 മീറ്റർ ഇടവിട്ടിട്ട് ഇത്തരം ബിന്നുകൾ സ്ഥാപിക്കുന്നുണ്ട്. അതുകൂടാതെ നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലുള്ള റോഡുകളുടെ സൈഡിലും നമ്മൾ ഇത്തരത്തിലുള്ള ബിന്നുകൾ സ്ഥാപിക്കുന്നുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച ബിന്നായതുകൊണ്ട് അത് ചരിച്ച് എല്ലാ ദിവസവും വേസ്റ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അപ്പം കോർപ്പറേഷൻ പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള ബിന്നുകളിൽ ആളുകൾ വേസ്റ്റ് ഇടാൻ തുടങ്ങിയാൽ റോഡ് സൈഡിൽ കാണപ്പെടുന്ന വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി കുറയുമെന്നാണ്. അപ്പൊ നമ്മുടെ ശുചീകരണ തൊഴിലാളികൾ അടിച്ചു വരുന്ന സമയത്ത് ജൈവ അജൈവ മാലിന്യങ്ങൾ ഏതൊക്കെയാണ് കിട്ടുന്നത് അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വലിച്ചെറിയുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളും അല്ലെങ്കിൽ ജൈവ വസ്തുക്കളും എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ബിന്നുകൾ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് എടുക്കുന്നതിനും മാറ്റുന്നതിനും വലിയ പ്രയാസമില്ലാതെ നമുക്ക് ചെയ്യുന്നതിന് സാധിക്കും. അങ്ങനെ നമ്മുടെ നഗരത്തെ നമുക്ക് കൂടുതൽ ഭംഗിയുള്ളതാക്കി മാറ്റുവാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഴക് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി നിരവധി കാര്യങ്ങൾ കോർപ്പറേഷൻ ചെയ്തു വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ട്വിൻ ബിൻ സ്ഥാപിച്ചിരിക്കുന്നത്. ആളുകളോട് നമുക്കുള്ള റിക്വസ്റ്റും അതാണ്. ഇനി നമ്മൾ ഒരു പേപ്പറും ഒരു മിഠായി കടലാസും ഒരു വേസ്റ്റും റോഡിലേക്കും അലക്ഷ്യമായി വലിച്ചെറിയുന്നതിന് പകരം ഇത്തരം ബിന്നുകളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ അത് എടുത്തു മാറ്റുന്നതിനും സൗകര്യമുണ്ടായിരിക്കും. 1ാം ഘട്ടത്തിൽ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ ശ്മശാനങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട്, പൊതുസ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട്. 2ാമത്തെ ഇതിൽ നമ്മൾ റോഡിന്റെ സൈഡിൽ വെക്കുന്ന സമയത്ത് CCTV അടക്കം സ്ഥാപിക്കുന്നുണ്ട്. ഇത് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ CCTVയും സ്ഥാപിക്കുന്നതിനുള്ള പ്രൊജക്ട് ഉണ്ട്. അപ്പോൾ ഇതിനകത്തിലേക്ക് ആരെങ്കിലും ഡയപ്പർ പോലെയുള്ള വേസ്റ്റ് ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വലിയ രീതിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് കണ്ടെത്തുന്നതിനുമുള്ള നടപടിയാണ് ഈ CCTV വെക്കുന്നത്. അപ്പൊ നമ്മുടെ നഗരത്തെ ശുചിയായി കൊണ്ടു നടക്കണമെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധ ആവശ്യമാണ്. അപ്പൊ ഇത്തരം സംരംഭങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് C. ഉദയചന്ദ്രൻ. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.